ചാരിറ്റിയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ച. സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിൽ എങ്ങു നോക്കിക്കഴിഞ്ഞാലും ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് തുടങ്ങാം. ഇതിൽ കൊടുത്തിരിക്കുന്ന തംബ്നെയിലിൽ 3 പേരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 3 പേരുടെയും ചിത്രങ്ങൾ കൊടുക്കാൻ കാരണം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇവർ 3 പേരും ഉള്ളതുകൊണ്ടാണ്. പലർക്കുമുള്ള പ്രശ്നമാണ് വീഡിയോ ഒന്ന് ശ്രദ്ധയോടുകൂടി കാണാതെ മുഴുവനായും കാണാതെ കമൻ്റ് ഇടുന്ന ചില ആളുകൾ. അത്തരം ആളുകളോട് പറയാനുള്ളത്, വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ചാനലിലെ വ്ളോഗറായിട്ടുള്ള നിസാർ ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരം തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. പാവപ്പെട്ട രോഗികളുടെ പേരിൽ ചിലർ പണം തട്ടുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ചാരിറ്റിയുടെ മറവില് തട്ടിപ്പ് നടത്തുന്ന ഇവന്മാരെ ഇനി വെച്ചേക്കരുത്. പുഴുത്തു ചാവെന്ന് പറഞ്ഞ പുഴുത്തു ചാവ് നിങ്ങൾ കേട്ടോ. ഇതൊരു കൊള്ള സംഘമാണ്. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത്. ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന ഇവന്മാരെ വെറുതെ വിട്ടേക്കരുത്. പുഴുത്തു ചാവുമെന്ന് പറഞ്ഞാൽ പുഴുത്തു ചാവുമെന്നാണ് നിസാർ ബാബു ഇതിൽ പറഞ്ഞു വെക്കുന്നത്. നിസാർ ബാബു അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന സമയത്ത് ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്ന 2 ചിത്രങ്ങൾ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ചാരിറ്റി പ്രവർത്തകരാണ്. ഒന്ന് ഫിറോസ് കുന്നംപറമ്പിലും മറ്റൊന്ന് ഷമീർ കുന്നമംഗലവും. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ ഒരു വിഷയം പിന്നീട് വലിയ വിവാദമായി മാറി. ഇവിടെ നിസാർ ബാബുവിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടുക, ഇത്തരം തട്ടിപ്പുകൾ നിർത്തലാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പറയുന്ന സമയത്ത് അതിൽ കൊടുത്തിരുന്ന 2 ചിത്രങ്ങളായിരുന്നു വലിയ വിവാദത്തിന് കാരണമായി മാറിയത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയവർ ഫിറോസ് കുന്നംപറമ്പിലും ഷമീർ കുന്നമംഗലവുമാണ് എന്നുള്ള ആ ഒരു തോന്നലുണ്ടാകാൻ കാരണമായി എന്നുള്ളത് ഇത്തരം വിവാദങ്ങൾക്ക് പ്രധാന കാരണമായി മാറി. ഇന്ന് പലതരത്തിലും പല രീതിയിലുമൊക്കെ പലതരം ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ചാരിറ്റി പ്രവർത്തകർ ചെയ്യുന്ന വീഡിയോ എടുത്തുകൊണ്ട് മറ്റു ചിലർ ഇൻസ്റ്റഗ്രാം പേജ് വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും അങ്ങനെ പലതരം സമൂഹ മാധ്യമങ്ങളിലൂടെ മുസ്ലിം പേരുകളിലും മറ്റുമൊക്കെ ചില ചാരിറ്റി പേജുകൾ ആരംഭിച്ചിട്ട് ഇവർ ചെയ്യുന്ന, അതായത് ഈ ചാരിറ്റി പ്രവർത്തകർ ചെയ്യുന്ന വീഡിയോ എടുത്ത് ആ വീഡിയോയിലുള്ള QR കോഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ മാറ്റി അവിടെ അവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടും QR കോഡും ഒക്കെ റീപ്ലേസ് ചെയ്ത് എഡിറ്റ് ചെയ്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇത്തരം തട്ടിപ്പുകാർ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നത്. ഇതാദ്യമായിട്ടൊന്നുമല്ല, വർഷങ്ങളായി ഇത്തരം തട്ടിപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നിസാർ ബാബുവിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതാദ്യമായിട്ടായിരിക്കാം ഇത് തിരിച്ചറിയുന്നത്. ഞാനൊക്കെ 2 വർഷങ്ങൾക്ക് മുമ്പേ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വെച്ച കാര്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ രീതിയിൽ QR കോഡും ബാങ്ക് അക്കൗണ്ടും റീപ്ലേസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകാരെക്കുറിച്ച് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നമുക്കറിയാം, അബ്ദുറഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കേരളത്തിൽ വലിയ രീതിയിലൊരു മാസ് ഫണ്ടിങ് നടന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ആ വീഡിയോ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ആ വീഡിയോ എത്തിച്ചു. ആ സമയത്തും ഇതേ മാതൃകയിൽ വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇനി ഇത് അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഇതുപോലെയുള്ള ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാത്തിലും ഇത്തരം തട്ടിപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. നിസാർ ബാബു ഈ വീഡിയോ ചെയ്ത സമയത്ത് നിസാർ ബാബുവിൻ്റെ താഴെ കമൻറ്റിൽ വന്നുകൊണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരമായി കൊണ്ട് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തതാണ്, പക്ഷേ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞു വെച്ചത്. എന്നാൽ ഈ വീഡിയോ പിന്നീട് വലിയ രീതിയിൽ വിവാദമായപ്പോൾ നിസാർ ബാബു ആ വീഡിയോ നീക്കം ചെയ്തു. അതിനുശേഷമാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അതൊന്ന് കേൾക്കാം. ഇവരെയൊക്കെ താങ്ങിടക്കാൻ ബംഗാളികളെക്കാൾ മോശമാണ്. കാരണം ഒരു വീഡിയോന്റെ കണ്ടന്റ് എന്താണെന്നോ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതിന്റെ മുന്നിലെ ഫോട്ടോ കാണുമ്പോഴേക്കും ഫിറോസ് കുന്നംപറമ്പിലെ കള്ളത്തരങ്ങളതാ ഈ ചാരിറ്റി കള്ളന്മാരെ വിടരുത് എന്ന് പറഞ്ഞ ക്യാപ്ഷനോട് കൂടിയിട്ട് ഒരു സാധനം അയച്ച് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക. നിങ്ങളെ കൊണ്ടോ ഉപകാരമില്ല. ഇത് ചെയ്യുന്ന ആളുകളെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റൂടെ? ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ സ്വാഭാവികമെന്നോണം ഫിറോസ് കുന്നംപറമ്പിലിനോട് വിദ്വേഷമുള്ള പല ആളുകളും അത് പലതരത്തിൽ വാട്സപ്പ് വഴി മറ്റുമൊക്കെ മറ്റൊരു തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് വീഡിയോകൾ ഷെയർ ചെയ്തു. ഫിറോസ് കുന്നംപറമ്പിൽ ഒരു ചാരിറ്റി കള്ളനാണ്, അദ്ദേഹം ലക്ഷങ്ങൾ തട്ടുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടിയാണ് പലതരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പലരും പ്രചരിപ്പിച്ചത്. അതിനെ തുടർന്ന് ഫിറോസ് കുന്നംപറമ്പിലിന് സമൂഹമാധ്യമങ്ങളിൽ കൂടി രംഗത്ത് വന്നുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ഒരവസ്ഥയുണ്ടായി. എന്നാൽ നിസാർ ബാബു ആദ്യം ചെയ്ത അതേ വീഡിയോ, ആ വീഡിയോയിൽ 2 പേരുടെയും ഫോട്ടോ നീക്കം ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ചാരിറ്റിയുടെ മറവില് തട്ടിപ്പ് നടത്തുന്ന ഇവന്മാരെ ഇനി വെച്ചേക്കരുത്. പുഴുത്തു ചാവെന്ന് പറഞ്ഞ പുഴുത്തു ചാവ് നിങ്ങൾ കേട്ടോ. അതിനുശേഷം നിസാർ ബാബു മാപ്പുമായി രംഗത്ത് വന്നു. തനിക്കൊരു തെറ്റുപറ്റിയതാണ്,
ഞാൻ ആ വീഡിയോയിൽ രണ്ടുപേരുടെയും ചിത്രങ്ങൾ കൊടുക്കേണ്ടതായിരുന്നില്ല. അത് മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടുപേരോട് മാപ്പ് ചോദിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. മാസ്റ്റർ പീസിലെ നിസാർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. ആദ്യം തന്നെ പറയട്ടെ, ഫിറോസ് കുന്നുംപറമ്പിലും ഷമീർ കുന്നമംഗലത്തിനോടും ഈ രണ്ട് മഹത് വ്യക്തികളോട് ഞാൻ സോറി ചോദിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ അടുത്തൊരു വലിയ തെറ്റ് പറ്റി. അത് പ്രത്യേകം എടുത്തു പറയാനും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചതിൽ സങ്കടം ഞാൻ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് മാപ്പ് പറയാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതായത് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചു തമ്പനയിൽ എന്നുള്ളതാണ് ഇന്നലെ ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്ത ലൈവിൽ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. നോക്കിവിടെ നമുക്ക് വേണ്ടത് ഇത്തരം ചാരിറ്റി തട്ടിപ്പുകളെ നിർത്തലാക്കുക എന്നുള്ളതാണ്. ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നിർത്തലാക്കണമെന്ന് ചെയ്ത ആ വീഡിയോയിൽ അദ്ദേഹം കൊടുത്ത 2 ചാരിറ്റി പ്രവർത്തകരുടെ ആ ചിത്രങ്ങൾ അതിൽ നിന്നും നീക്കം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവ് തികച്ചും അഭിനന്ദനാർഹമാണ്. ഇതുപോലെ സമൂഹത്തിന് എന്തെങ്കിലും നന്മയുള്ള കാര്യങ്ങളായിരിക്കണം പല വ്ളോഗർമാരിൽ നിന്നും ഉണ്ടാകേണ്ടത്. നോക്കിവിടെ നമ്മൾ പരസ്പരം തമ്മിലടിക്കേണ്ട സമയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ട സമയമല്ല. നോക്കൂ, പാവപ്പെട്ട രോഗികളായ അവർക്ക് അർഹതപ്പെട്ട പണം തട്ടിക്കൊണ്ടാണ് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകാർ കോടിക്കണക്കിന് രൂപ തട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെ നിർത്തലാക്കണം, അതിനെ തടയിടണം, അത്തരം തട്ടിപ്പുകാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതാണ് നമ്മളിവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പരസ്പരം തമ്മിലടിക്കേണ്ട സമയമല്ല ഇത്. നോക്കൂ, ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തകർ വഴി അവരുടെ ആ ഒരു ഇടപെടൽ കാരണത്താൽ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുടെ പ്രയാസങ്ങളെ ഇത്തരം ചാരിറ്റി പ്രവർത്തകരുടെ ഇടപെടൽ കാരണത്താൽ അതിനെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഈ ചാരിറ്റി പ്രവർത്തകർ ഇത്തരം ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ പേരും പറഞ്ഞുകൊണ്ട് പണം തട്ടുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ തെളിവ് കിട്ടാത്തിടത്തോളം കാലം നമുക്കവരെ ഒരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ തട്ടിപ്പുകാരനാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി നമ്മുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവർ പണം തട്ടുന്നു എന്നിരിക്കട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ തട്ടുന്നുവെങ്കിൽ ഇതിനെല്ലാം നാളെ പടച്ചറബിൻ്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. നോക്കൂ, ഇങ്ങനെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ആളുകൾ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക? കാരണം ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള സംശയാസ്പദമായ സാഹചര്യം വരുമ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ചാരിറ്റി വീഡിയോ കണ്ടുകൊണ്ട് അതിലേക്ക് പണം കൊടുക്കാൻ സഹായിക്കാൻ അവർ മടിക്കും. ഇത്തരത്തിൽ ചാരിറ്റിയുടെ പേരിൽ ഓൺലൈൻ വഴി പണം തട്ടുന്ന ഇത്തരം ആളുകൾ കാരണത്താൽ പാവപ്പെട്ട രോഗികളായ ആളുകളാണ് വലിയ ബുദ്ധിമുട്ടിലായി മാറുന്നത്. ഏതായാലും ഇത്തരമൊരു വിഷയത്തിൽ എത്രയും വേഗം പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. പരസ്പരം തമ്മിലടിക്കാതെ, പരസ്പരം പഴിചാരാതെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇത്തരം ചാരിറ്റി തട്ടിപ്പുകാരെ നമുക്കെങ്ങനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാം, ഇവരെ നമുക്കെങ്ങനെ പിടികൂടാം, ഇത് എങ്ങനെ നിർത്തലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങേണ്ടത്.